വെൽക്കം ബാക്ക്. ഇത് സലീമാക്കൻ്റെ സ്വർഗ്ഗമാണ്. ഇത് സലീമിൻ്റെ മരണത്തിന് തുല്യത്തിന് വന്നതാണ്. പക്ഷെ എൻ്റെ സലീമിൻ്റെ മുത്താണ്. ഞാൻ ഒരിക്കലും മരണം വരെ സലീമാക്കാനെ ഞാൻ ഒഴിവാക്കൂല. എൻ്റെ ലോട്ടറിയാണ് സലീമാക്കൻ്റെ മുത്ത്. ഐ ലവ് യു ഉമ്മ. ഒരിക്കലും ലോട്ടറി അടിച്ചതാണോ സലീമാക്കനെ? സലീമാക്കപ്പോൾ എവിടെ ഉള്ളത്? ഞങ്ങളെന്താ വേണ്ടത്? നിങ്ങളുടെ സലീമിൻ്റെ മരണം ചിലപ്പോൾ എൻ്റെ കൈകൊണ്ടാകും ഇത്ത. അങ്ങേർക്ക് വല്ല ഓമനപ്പേരും ഉണ്ടേ ദയവ് ചെയ്ത് അതൊന്ന് മാറ്റി വിളിക്ക്. നിങ്ങളെ വീഡിയോ എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെ എല്ലാം മെൻഷനാണ് ഞാൻ. കുടുങ്ങി നിങ്ങളെ കൊണ്ട്. അത് നമ്മളെ പണ്ടല്ല കുറച്ച് മുമ്പേ നമ്മളെ ഒരു ഹാപ്പി ബർത്ത്ഡേ കണ്ണാപ്പി എന്ന് പറഞ്ഞൊരു സാധനമല്ലായിരുന്നു? അതേപോലെയാണ് സലീം എന്ന് പേരുള്ളവർക്കൊക്കെ മെൻഷൻസ് പോകുന്നുണ്ടാവും. യെസ്, ഇതാണ് ഇപ്പോഴത്തെ വിഷയം. സലീമാക്ക നമ്മുടെ ഫേസ്ബുക്കിന് എവിടെയോ ഒരു വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. സുക്രണൻ്റെ കണ്ണ് പെട്ടിട്ടില്ലാന്ന് തോന്നുന്നു. ആ വിള്ളലിലൂടെ വരുന്ന എല്ലാം എത്തിച്ചേരുന്നത് ഇൻസ്റ്റഗ്രാമിലാണ്. നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു ഇൻസ്റ്റഗ്രാം. എന്ത് ചെയ്യാനാ? നെക്സ്റ്റ്, സലീമാക്കാന് കല്യാണം കഴിച്ചത് 10 ലക്ഷത്തിൻ്റെ ലോട്ടറിയാണ്. അവന് ഇന്നെ മരണത്തിൻ്റെ തുല്യത്തിന് വന്നത്. 10 ലക്ഷത്തിൻ്റെ ലോട്ടറിയാണ്. ഈ സലീമാക്ക ഇനി ലോട്ടറി കച്ചവടക്കാരനാണ്? ഇതെന്താ ഈ പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ ഈ ലോട്ടറിൻ്റെ കാര്യം ഇങ്ങനെ പറയുന്നത്? ഇതെന്താ സംഭവം? എന്താ മനസ്സിലാവുന്നില്ല. അതാണ് ഞാനിനി മരണം വരെ അവനെ ഞാൻ ഒഴിവാക്കൂല. ഓൻ്റെ പൈസയും വേണ്ട, പണവും വേണ്ട, ഒന്നും വേണ്ട എനിക്ക്. ഇനി ഒന്നും കൊടുന്ന നിലയിലും കുഴപ്പമില്ല. എനിക്ക് ഓനില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അവൻ മരിക്കുമ്പോൾ ഞാനും മരിക്കും. ആ കാര്യം ഉറപ്പാണ്. അവൻ്റെ മരണത്തിൻ്റെ തുല്യത്തിന് വന്നതാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ എന്തായാലും അവനെ ഒരിക്കലും ഒഴിവാക്കില്ല. അവനെൻ്റെ മുത്താണ്. ഐ ലവ് യു ഉമ്മ. അപ്പോൾ സലീമാക്ക ടാറ്റ. അപ്പോൾ സലീമാക്കക്ക് മക്കൾക്കും എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ നിങ്ങളെ 2ാമത്തെ ഭാര്യയാണ്. അപ്പോൾ ഗുഡ് ബൈ മുത്തുമണീസ്. ഇത് എന്ത് സംഭവം? വെളിവില്ലാണ്ട് വിളിച്ചു പറയുകയാണോ? ഇനി വല്ല എൻ്റർടൈൻമെൻറ്റിന് വിളിച്ചു പറയുകയാണോ? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമുള്ളതാണ് ഇൻസ്റ്റാഗ്രാം, അല്ല അവന് മാത്രമുള്ള ഇൻസ്റ്റാഗ്രാം, ഓരോരുത്തരുടെ എൻ്റർടൈൻമെൻ്റ് ആണ്, അവരുടെ ഇതാണെന്ന് പറഞ്ഞിട്ട് പല കമൻറ്റുകളും പല സംഭവങ്ങളും വരും. ബട്ട് ഇത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി വരുന്നതാണോ? ഇനി വെളിവില്ലാതെ ഓരോന്ന് വിളിച്ച് പറയുന്നതാണോ? എന്താ സംഭവം എന്നുള്ളത് നമുക്കൊരു തലച്ചോറുള്ള ഒരാൾക്ക് മനസ്സിലാവും കണ്ടാൽ. ഇത് കണ്ടിട്ട് ഒരുമാതിരി പൊതിച്ചോറുള്ള അവസ്ഥയാണല്ലോ. നല്ലൊരു ഗൾഫേറിനെ കെട്ടണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. ഗൾഫേറിനെ കിട്ടിയാൽ പോരട്ടെ, വീടും പേരൊക്കെ വേണം. ഗൾഫേറെ ഉണ്ടായിട്ട് കാര്യമില്ല. ഗൾഫിലെന്നൊരു പ്രഭു, വീടിന്റെ അപേക്ഷ വെക്കാൻ ഇത് ഗാന്ധിഗ്രാമം അല്ല, ഇൻസ്റ്റഗ്രാമാണ്. ഇവിടെ എന്തൊക്കെ നടക്കുന്നു, എന്താ സംഭവിക്കുന്നു മനസ്സിലാവുന്നില്ലടേ. റഫീഖ് എൻ്റെ മുത്താണ്. റഫീഖ് എൻ്റെ ജീവനാണ്. ഈ ലൈഫിൽ ഞാൻ റഫീഖിനെ ഒഴിവാക്കിയില്ല. റഫീഖ് എൻ്റെ ലോട്ടറിയാണ്. ലോട്ടറി ഇവർക്കെല്ലാം ഇവര് ഓൾ കേരള ലോട്ടറി അസോസിയേഷന്റെ എന്തോ ഇതിൽ കീഴിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആണോ? എന്തായാലും സലീമാക്ക എന്ന വൻമനത്തിന് ശേഷം ഇനി ആര് എന്ന ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് റഫീഖ്. ഇനി റഫീഖ് ഭരിക്കും. നെക്സ്റ്റ്, ആഷിഖ് അഫ്സൽ എൻ്റെ ജീവനാണ്, എൻ്റെ സ്വത്താണ്. ഈ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആഷിഖ് അഫ്സലിനെയാണ്. എൻ്റെ 2 കണ്ണുകളാണ്. എനിക്ക് അള്ളാഹു തന്ന 2 നിധികളാണ് ആഷിഖ് അഫ്സൽ. നേരത്തെ ലോട്ടറി ആയിരുന്നു, ഇപ്പൊ കണ്ണായോ? ഇൻസ്റ്റഗ്രാമിൽ നല്ലൊരു റീല് ആരെങ്കിലും ഒന്ന് അയച്ചു തരണം പ്ലീസ്. വയ്യതൊന്നും കാണാന്. അവിടെ മഴ പെയ്യാറുണ്ടോ? എന്നെ നീ ഓർക്കാറുണ്ടോ? ഇടവഴിയിൽ മരച്ചോട്ടിൽ മഴ നനഞ്ഞത് ഓർമ്മയുണ്ടോ? ആ പൂക്കൾ വിരിയാറുണ്ട്. പെൻഷൻ ഇപ്പൊ കിട്ടാറുണ്ടോ? അവിടെ വരി നിൽക്കാറുണ്ടോ? പോയി വാങ്ങാറുണ്ടോ? ഇല്ലല്ലേ? സംഭവം ഒരു എന്റർടൈൻമെന്റ് ആണ്. പക്ഷെ അത് ഫുള്ള് ഇങ്ങനത്തെ എന്റർടൈൻമെന്റ് ആയാലൊരു പ്രശ്നമാണ്. ഇനിയിപ്പോ നെക്സ്റ്റ് എന്താ നോക്കട്ടെ. ഹായ് ഗൈസ്, നമുക്ക് ഇന്റർനെറ്റ് ഇല്ലാതെ ഇൻസ്റ്റാഗ്രാം എങ്ങനെ ചലിപ്പിക്കാം എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് നല്ല ഉപകാരപ്പെടുന്നുണ്ട്.
വൈഫൈ ഓഫ് ചെയ്തു, ഡാറ്റ ഞാൻ ഓഫ് ചെയ്തു. ഇതേ കണ്ടോ കൂട്ടുകാരെ, ഓടുന്ന കണ്ടോ ഇത്? ചേച്ചി പുതിയൊരു ട്രിക്ക് ഉണ്ട്. അതിങ്ങനെ ഞെക്കി പിടിച്ചാൽ താഴെ അൺഇൻസ്റ്റാൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഒരു ബലൂൺ ഇങ്ങനെ പൊട്ടുന്നത് കാണാം. നല്ല രസമാണ് കാണാൻ. നല്ല രസമാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യേണ്ടി വരും അത് അല്ലേ. നെക്സ്റ്റ്, ഞാനേ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി. അതിന്റെ പേരാണ് രക്തക്കറ. ലൈക്ക് ചെയ്യടി, ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യടി. ചെയ്യാം. അടുത്തുള്ള മണി ഞെക്കി പൊട്ടിക്കടി. ഇനി 500 വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് സെൻഡ് ചെയ്യടി. ഓക്കെ. ചെയ്യുമല്ലോ. ഓക്കെ. സുക്കരണം പെയ്ഡ് വെരിഫിക്കേഷൻ കൊണ്ടുവന്നില്ലേ 2-3 മാസം മുമ്പേ? അതേപോലെ ഒരു രജിസ്ട്രേഷൻ ഫീസ് ഒരു 100 രൂപയെങ്കിലും വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെയാണ് ഒരുപാട് അങ്ങോട്ട് കുറഞ്ഞു കിട്ടും. ഞാനെന്തിനു പരാതിപ്പെടണം? ഞാൻ ചതിക്കപ്പെട്ടത് അയാളുടെ മിടുക്കൊണ്ടൊന്നുമല്ല. ഇത് കണ്ടതിന് ഞങ്ങൾ ആരോട് പരാതി പറയണം? ആരോട് പരാതി പറയണം? അതൊക്കെ കാണുന്നതിന് ഒരു സത്യമായിട്ടുള്ളൊരു കാര്യം പറയാം. ഇൻസ്റ്റഗ്രാം യൂസേഴ്സ് കുറഞ്ഞു വരികയാണ്. വീഡിയോ ഇടുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ കാണുന്ന ആളുകളുടെ ഓഡിയൻസിൻ്റെ എണ്ണം അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. റിയലി കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താവോ എന്തോ ഇൻസ്റ്റഗ്രാം ഇനി ഒരുമാതിരി. ഇൻസ്റ്റഗ്രാം എന്താവും എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് സാധനമായിരുന്നു. ഏകദേശം തീരുമാനമായി വരുന്നുണ്ട്. ആരാണെങ്കിൽ നേരിട്ട് വിളിക്കണം. ഫോണിൽ വിളിച്ച് ആരാ കളിപ്പിക്കുന്നത്? ടിക്ടോക്ക് ജോഷൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. വീട്ടിൽ വേണം. നീ ആരാ? നീ ടിക്ടോക്കോ? ജോഷ് പോട്ടെ, ടിക്ടോക്ക് അപ്പോൾ ഇത് ഓൾഡാണോ? ആ ഓൾഡ് കുത്തിപ്പൊക്കി വരുന്ന വേറൊരു പരിപാടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ അങ്ങനെ ഞാനിത് ആദ്യമായിട്ട് കാണുക. ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നെക്സ്റ്റ്, നെഞ്ചിലൊരു ബല ബല, നിന്റെ വിഴിമുന കൊണ്ടെന്റെ നെഞ്ചിലൊരു ബല ബല, മരിയിൽ കുറുമ്പ്, നിന്റെ മനസ്സിൽ കുറുമ്പ്, നിന്റെ മനസ്സിൽ കുശുമ്പ്, നിന്റെ വിഴിമുന കൊണ്ടെന്റെ നെഞ്ചിലൊരു ബല ബല. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും കാണാനാണ്. കണ്ടു ബോധിച്ചു. ബായ്. നന്ദി. വീണ്ടും വരരുത് പ്ലീസ്. എന്താന്നടാ ഇത്? ഓരോന്ന് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കിട്ടാത്തതൊന്നുമില്ല. ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള പല സാധനങ്ങളും നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ പല സാധനങ്ങളും കൊണ്ട് ഇൻഫർമേറ്റീവ് ആയിട്ട് പല സാധനം നമുക്ക് മിസ്സായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഓരോരുത്തരുടേതായ ഇഷ്ടങ്ങളുണ്ടാവും. അവരൊക്കെ എൻ്റർടൈൻമെൻറ്റ് കണ്ടെത്തട്ടെ. അതിനൊന്നും നമുക്കൊരു തടസ്സം പറയാൻ പറ്റില്ല. ബട്ട് എല്ലാത്തിനും ഒരു കുറച്ച് സ്റ്റാൻഡേർഡ്, കുറച്ച് വെറുപ്പിക്കാതിരുന്നാൽ മാത്രം മതി. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല. സന്തോഷം. നല്ലൊരു ആപ്ലിക്കേഷൻ, റീൽസ്, പിന്നെ അങ്ങനെ സംഭവം. ആദ്യം ഒരു IGTV എന്ന് പറഞ്ഞ സാധനമാണ്. അത് വലിയ വീഡിയോ ഇടുന്ന സാധനമാണ്. അതിൽ അങ്ങനെ വന്നിട്ടില്ല. ഇപ്പോൾ ആ സംഭവം ഇല്ലയെന്ന് തോന്നുന്നു. IGTV ഉണ്ടോ? ഇല്ല. ഇൻസ്റ്റഗ്രാമിൽ പിന്നെ റീൽസ് എന്ന് പറഞ്ഞ സംഭവം കൊണ്ടുവന്ന് കുറച്ച് നല്ല ആളുകൾക്കൊക്കെ ഉപകാരപ്രദമായിട്ട് സാധനമാണ്. ഒരുപാട് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോം, ഒരു ഓപ്ഷനായിരുന്നു റീൽസ്. അതിലൂടെ ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ ആളുകൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ദെൻ ഇപ്പം ഈ 2-3 മാസമായിട്ട്, ഈ കഴിഞ്ഞ 2-3 മാസമായിട്ട് ഇതാണ് അവസ്ഥ. ഫേസ്ബുക്കിനൊരു വിള്ളൽ സംഭവിച്ചതിൻ്റെ ഒരു എഫക്റ്റാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇൻസ്റ്റ എന്തായാലും പഴയ രീതിയിലേക്ക് മാറുമെന്ന് പ്രതീക്ഷിക്കുക. അല്ലാതെ രക്ഷയൊന്നുമില്ല. അപ്പം തന്നെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.